അത് പറഞ്ഞത് പ്രൊഫസർ വി സാംബശിവൻ കഥാപ്രസംഗ ലോകത്തെ ഭഗീരഥനും പരമശിവനുമായിരുന്നു എന്നാണ്. അത് പറയാൻ കാരണം സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന സാധാരണ മനുഷ്യർക്ക് സ്പർശിക്കാൻ പോലും കഴിയാത്ത ഗംഗാനദിയെ ഭൂമിയിലേക്ക് എത്തിക്കാൻ ഒരു വലിയ പ്രയത്നത്തിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഭഗീരഥനാണ്. ആ ഗംഗയുടെ ശക്തമായ ആഘാതത്തെ ഭൂമിക്ക് പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ ശിരസിൽ താങ്ങിയിട്ട് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഭൂമിയിലേക്ക് ഒഴുക്കിയത് പരമശിവനുമാണ്. ഇങ്ങനെ ഭഗീരഥൻ്റെയും പരമശിവൻ്റെയും പ്രയത്നം നിമിത്തമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന ഗംഗാനദി ഭൂമിയിലേക്ക് നമുക്കൊക്കെ മുങ്ങിക്കുളിക്കാനും വെള്ളം കോരിയെടുക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഭൂമിയിലേക്ക് എത്തിയത്. ഇനി നമ്മളൊന്ന് ആലോചിക്കണം, സാധാരണ മലയാളികൾക്ക് സ്പർശിക്കാൻ കഴിയാത്ത വിശ്വസാഹിത്യം ഒരു വലിയ നദീപ്രവാഹം പോലെ നമ്മളിൽ നിന്നും ഒരുപാട് അകലെ പ്രവഹിച്ചിരുന്ന ഒരു സാഹിത്യ ശാഖയായിരുന്നു പാശ്ചാത്യ സാഹിത്യം അല്ലെങ്കിൽ വിശ്വസാഹിത്യം എന്ന് പറയുന്നത്. അതിനെ ഒരു പ്രയത്നത്തിലൂടെ ഒരു സബരിയിലൂടെ സാധാരണ മലയാളികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചെറിയ ചെറിയ അരുവികളാക്കി നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കുഞ്ഞലകൾ തീർത്തുകൊണ്ട് ഒഴുക്കിയത് പ്രൊഫസർ വി സാംബശിവനാണ്. സാംബശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ മലയാളികൾ വിശ്വസാഹിത്യ കൃതി ഇത്രത്തോളം മനസ്സിലാക്കുമായിരുന്നില്ല. ഇതൊരു സത്യമാണ്. 63 കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചോളൂ. അപ്പോൾ അന്നത്തെ അനീസിയും അതുപോലെ തന്നെ ഒഥല്ലോയും തുടങ്ങിയ കൃതികളൊക്കെ മലയാളികൾ മലയാള കൃതികൾ പഠിക്കും പോലെ വായിക്കും പോലെ വായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത എങ്ങോ ദൂരെ എവിടെയോ ഇങ്ങനെ ഒഴുകിയിരുന്ന ഒരു വിശ്വസാഹിത്യം എന്ന നദീപ്രവാഹത്തിനെ സാധാരണ മലയാളികൾക്ക് ഹൃദിസ്ഥമാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭഗീരഥനും പരമശിവനും കൂടി ചെയ്ത ഒരു പ്രയത്നം ഒറ്റയ്ക്ക് ഒരു കലാകാരൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ അർത്ഥത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം സാംബശിവൻ അനുസ്മരണത്തിൽ ഒരു പ്രസംഗവേദിയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതാണിപ്പോൾ ചോദിച്ചത്. ഇതായിരുന്നു അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്.